എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിൻ്റെ കീഴിലേക്ക് പോവാം. ചുണ്ടിലൊരു ചിരിയുണ്ട്. അതിന് കാരണം ഞങ്ങൾ കുറച്ച് മുൻപേ ഇട്ട ഒരു വീഡിയോ, അതായത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വീണക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതൊന്ന് റിയാക്ഷൻ ചെയ്തു. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, ഇപ്പോഴും പോയിട്ടില്ല. ഓ എൻ്റെ അമ്മ കൊടൂര സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഒറിജിനൽസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പക്ക ഒറിജിനൽ തന്നെ ഇന്റർവ്യൂ വീണായിട്ടോ അതിന് പറ്റുള്ളൂ അല്ലേ. അമ്പോ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ കാണണം മക്കളെ. വിളിച്ചോ ഹെഡ് അത്ഭുതം, മഹാ അത്ഭുതം. അത്ഭുതമല്ല എനിക്ക് ഫീൽ ചെയ്ത്, അത്യപൂർവം എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, ചിയാൻ 62 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് വരും കേട്ടോ. എന്താണ് അവനെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെയാണോ? എന്താണ് അവനെ ഇനി വല്ല ടീച്ചർ വല്ലതും വരുന്നുണ്ടോ? എന്താണ് അവനെ അറിയില്ല. ഇതെന്താന്ന് അറിയണമെങ്കിൽ പിന്നെ ഞാനങ്ങ് പറയൂലേ. അതന്നെ ബിഗ് അപ്ഡേറ്റ് പറഞ്ഞു. എന്താണ് അവനെ? അടുത്തത് ടിലു സ്ക്വയർ സിനിമയുടെ 5 ദിവസത്തെ കളക്ഷൻ. ഓക്കെ, 85 CR. ഓ കൊടൂരം തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഭീകര കളക്ഷൻ കേട്ടോ, ഒരു കുറവില്ല. പിടുത്തമിട്ട പോക്കാണ്. ഓക്കെ, 4 ദിവസം കൊണ്ട് 78 കോടി. 78 കോടി 4 ദിവസം. ഓക്കെ, അടുത്ത കിഴി പുഷ്പ ദ റോൾ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഓക്കെ വരാൻ പോകുന്നു. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നലെ 4:05 വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളതിൻ്റെ മുൻപായിരുന്നു കിഴി എപ്പിസോഡ് ചെയ്തത് കേട്ടോ. എന്തായാലും ഇതാണ് അനൗൺസ്മെൻറ്റ് പോസ്റ്റർ. സംഭവം ചെലങ്ക് കെട്ടിയ കാലാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല കേട്ടോ. കണ്ടറിയാം, കൊടൂര സാധനം തന്നെയായിരിക്കും. ടീസറിലും ഇത് അപ്പോൾ വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഉറപ്പായിട്ടും. അടുത്തത് എന്തായാലും 8-ാം തീയതി, അതായത് അല്ലുവിൻ്റെ ബർത്ത്ഡേക്ക് ഒഫീഷ്യൽ ടീസർ വരും. ആഘോഷം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടൈം അതല്ലെങ്കിലും അങ്ങനെയാ വരുന്നത്. ഇനി അത് വേറെ ദിവസം വരും, തലേദിവസമൊക്കെ ഉണ്ടാവും. ഏതാണെങ്കിലും ക്രൂ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ 70.73 CR. സിനിമകളുടെ ഒരു സുവർണകാലമാണെന്ന് തോന്നുന്നു, എല്ലാ ലാംഗ്വേജിലും ഉള്ള. അതായത് നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റായിരിക്കും. ഓക്കെ, അടുത്തത് ആനന്ദ് ശ്രീബാല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ലടാ? അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ, സിനിമയുടെ പാക്കപ്പായി റാപ്പഡ്. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്കിവിടെ പ്ലേ ചെയ്യുക. എന്തായാലും വിഷ്ണു വിനയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അർജുൻ അശോകൻ, നജു വർഗീസ്, അപർണ ദാസ്, പിന്നെ ആരൊക്കെയാണ്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. വലിയ നീണ്ട നിരയാണുള്ളത്. എന്തായാലും പ്രതീക്ഷയുള്ള സിനിമയാണ്. കാവ്യ ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്താലല്ലേ എത്തുള്ളൂ അല്ലേ? കറക്റ്റ് തന്നെ പറഞ്ഞത്, തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. ജോക്കർ എന്തോ അല്ല, അതറിയാം. ജോക്കർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇനി ട്രെയിലർ വരുന്നുണ്ട് 9-ാം തീയതി, ഏപ്രിൽ 9-ന്. ഏപ്രിൽ 10-ാം തീയതി സിനിമ റിലീസും ആവുന്നുണ്ട്. ജോക്കർ ലോകം മൊത്തം കാത്തിരിക്കുന്നൊരു സിനിമയാണ്. ഒരു കൊടൂര സാധനമാണ് ജോക്കർ. വരട്ടെ, ജോക്കർ 2 അല്ലേ? ഓക്കെ, അടുത്ത കിഴി ടെർബോ സിനിമയുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരഞ്ജന അല്ലേ? നിരഞ്ജന അനൂപ് അല്ലേ, അവരുടെ പേര് അതല്ലേ? നിരഞ്ജന അനൂപ് ആളാണ് ഇപ്പോൾ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടുള്ളത്. അദ്ദേഹം ഒരു സ്റ്റില്ലായിട്ട് കാണിക്കാം, വീഡിയോ കിട്ടുന്നില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് ഡബ്ബിംഗ് ഒക്കെ. എന്തായാലും റിലീസ് ഡേറ്റ് മാറ്റും തന്നെയാണ് കേൾക്കുന്നത്. അല്ല, ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല, റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു റൂമർ പോകുന്നുണ്ടല്ലോ. മെയ് 9-നാണെന്നുള്ളത്, അത് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ജയ് ഗണേഷ് സിനിമയുടെ ട്രെയിലർ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പ്ലേ ചെയ്യുന്നുണ്ട്, സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 6-ാം തീയതി 8 മണിക്ക്. ഓക്കെ, അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം പ്രഭുദേവയുടെ ബർത്ത്ഡേ ആണെന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ. അല്ലേ? എന്തായാലും ആളുടെ ബർത്ത്ഡേ ആണ്. സ്പെഷ്യൽ പോസ്റ്റർ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ഗോട്ടിൻ്റെ വക.
കൊള്ളാം. നൈസ് വൺ. തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ ഒരു സിനിമയിലത് ഉള്ളിലുള്ളത്. ഗുഡ് ബാഡ് അഗ്ലി, അജിത് തലയുടെ സിനിമയുടെ ടീസർ. അതായത് മെയ് 1-ാം തീയതി വരുമെന്ന് കേൾക്കുന്നുണ്ട്. തലയുടെ ബർത്ത്ഡേ ആണ് അന്ന്. തല എന്ന് പറയരുത് അജിത്തിന്റെ. സോറി സാർ. സോറി സാർ. ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ. അയ്യോ ഇനി ഞാനത് പറയുന്നില്ല. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ തിയേറ്റർ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ പ്ലാൻ ചെയ്യുന്നത് മെയ് അവസാനത്തോടെ, മെയ് എൻഡിലേക്കാണെന്നുള്ളതാണ് കേൾക്കുന്നത്. യെസ്, കൊള്ളാം. പുതിയ സാധനമൊന്നല്ല, ഇവർ അന്ന് പുറത്തുവിട്ട ആ ഒരു ഫസ്റ്റ് ലുക്കില്ലേ, അത് തന്നെയാണ് വന്നിട്ടുള്ളത്. പുതിയതൊക്കെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായേനെ. അടുത്തത് ഓക്കെ, വിപിൻദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്നു. അടുത്തെന്താണ്? കഴിഞ്ഞോ? അല്ല, കാര്യങ്ങൾ പറയണം. അടുത്തത് കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഏപ്സ്. ഏത് നിനക്കെന്ന് കിട്ടി? ഞാൻ പറഞ്ഞായിരുന്നേ ഇത് എനിക്ക് കിട്ടിയ, ഞാൻ പറയില്ല, ഞാൻ ഉള്ളത് സത്യം പറയാലോ. ഇത് എനിക്ക് കിട്ടിയാൽ നിനക്ക് തരും, നീ വായിച്ചോളാന്ന് പറഞ്ഞായിരുന്നു. വീമ്പിളക്കി വന്നിരുന്ന ആളാ. കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഏപ്സ്. ആദ്യത്തെ ഒരു തപ്പിത്തടച്ചിന് മാത്രമേ ഉള്ളൂ, പിന്നീട് ഉണ്ടല്ലോ കത്തി കയറും. അല്ല പിന്നെ എന്തായാലും സിനിമ മെയ് 10-ന് റിലീസിനെത്താണ്. ഓക്കെ, പോസ്റ്റർ ഉണ്ട്. യെസ്. അടുത്തത് ഓക്കെ, തളപതി 69 കൊള്ളാം. സിനിമയിലെ അതായത് എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതാണോ ഏതാണ്ട് കൺഫേം ആയതാണ്. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. തളപതി വിജയ് ഇതിന് പ്രതിഫലം വാങ്ങുന്നത് 250 കോടി ആയിരിക്കും എന്നുള്ളതാണ്. എത്ര? അപ്പൊ സിനിമ എത്ര കോടി അല്ലേ? 250 കോടി വിജയിന്റെ സാലറി, പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പൈസ വേറെ. അപ്പൊ ഈ സിനിമയ്ക്ക് എത്രയായിരിക്കും ബഡ്ജറ്റ്? ബഡ്ജറ്റിന്റെ പോട്ടെ, ഈ സിനിമ എത്ര കളക്ട് ചെയ്യണം? അത് ശരിയാ. ഇതൊന്നും ലാഭത്തിലേക്ക് വരണമെങ്കിൽ ഇനി അത് പോട്ടെ, നമ്മുടെ ഗോട്ടില്ലേ ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ആള് വാങ്ങുന്ന പ്രതിഫലം എത്രയെന്ന് അറിയോ? 200 കോടി. അതെത്ര കളക്ട് ചെയ്യണം മോനെ? നല്ല ആവശ്യമുണ്ടോ? രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയം അതിനല്ലല്ലേ. നമ്മുടെ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. കങ്കുവ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതായത് കങ്കുവ vs ഗോട്ട്. സൂര്യയും വിജയും കാലനും ആടും തമ്മിൽ ഏറ്റുമുട്ടും. സത്യം. എന്താണെങ്കിലും ക്ലാഷ് റിലീസായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് കങ്കുവയും ഗോട്ടും. മറന്നുപോയി. 13 വർഷത്തിന് ശേഷം, അതായത് ഇതിനു മുന്നേ ഇവരുടെ ക്ലാഷ് വന്നിട്ടുള്ളത് ഏഴാം അറിവും പിന്നെ വേലായുധം, അത് രണ്ടുമാണ് ക്ലാഷ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വീണ്ടും അന്ന് രണ്ടിനും തുല്യമായിട്ടുള്ള ഇത് തന്നെയാണ്. കാരണം വേലായുധവും അത്യാവശ്യം നല്ല കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏഴാം അറിവ് നമുക്കറിയാലോ, ഏഴാം അറിവ് നല്ല കളക്ട് ചെയ്തിട്ടുള്ള സിനിമ, നല്ല സിനിമകളായിരുന്നു ഇത്. അപ്പൊ എന്തായാലും വീണ്ടും ഒരു വരവ് കൂടി വരും. അപ്പോ പിന്നെന്താണെന്നറിയോ, പിന്നെ ക്ലാഷ് വരാത്തതിന് കാരണം സൂര്യ കുറച്ച് തിയേറ്ററിലേക്ക് സിനിമ ഇറക്കുന്നത് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ പലതവണ ഒന്ന് ഏറ്റുമുട്ടി. അല്ല, ഇപ്പൊ ഒരു ക്ലാഷ് വെക്കുന്നത് വളരെ നല്ലതാ. ഇനിയൊരു ക്ലാഷ് ചിലപ്പം കുറെ കഴിയേണ്ടി വരും. അത് ശരിയാട്ടോ, അതും കൂടി നോക്കണല്ലോ. ക്ലാഷ് വെച്ചോട്ടെ, അത് അതിന്റെ ഒരു വൈബിലങ്ങ് വരട്ടെ. നമുക്കൊരു വിരുന്നായിട്ട് എന്താ തീർച്ചയായിട്ടും ആഘോഷിക്കാം. അല്ല പിന്നെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.